നമസ്തേ. ഒരമ്മയുടെ സ്നേഹം സ്വന്തം കുഞ്ഞിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് സമൂഹത്തിലെ മറ്റൊരു കുഞ്ഞിന്റെ ജീവനും പ്രതീക്ഷയും ആവുമ്പോഴാണ് അതിന്റെ മഹത്വം കൂടുതൽ ഉയരുന്നത്. മാതൃത്വത്തിന്റെ ഈ വലിയ സന്ദേശം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ജ്വാല ഗുട്ട. സ്വന്തം കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ഏകദേശം 60 ലിറ്റർ മുലപ്പാൽ ശേഖരിച്ച് സർക്കാർ ആശുപത്രികളിലെ ഹ്യൂമൻ മിൽക്ക് ബാങ്കുകളിലേക്ക് ദാനം ചെയ്ത അനുഭവമാണ് ജ്വാല പങ്കുവച്ചിരിക്കുന്നത്. ഒരമ്മയുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അധിക മുലപ്പാൽ മറ്റൊരു കുഞ്ഞിന് ജീവൻ നൽകുന്ന അമൂല്യമായ സമ്മാനമാകുമെന്ന വലിയ സന്ദേശമാണ് ഈ പ്രവൃത്തി നൽകുന്നത്. പ്രശസ്ത ബാഡ്മിന്റൺ താരമായ ജ്വാല ഗുട്ട കായിക രംഗത്തെ നേട്ടങ്ങളിലൂടെ മാത്രമല്ല, അമ്മയായ ശേഷമുള്ള ഈ മാനുഷിക പ്രവൃത്തിയിലൂടെയും ശ്രദ്ധ നേടുകയാണ്. കുഞ്ഞ് ജനിച്ചതിനു ശേഷം പല അമ്മമാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അധികമായി മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഉപയോഗിക്കപ്പെടാതെ പോകുന്ന ഈ അധിക പാൽ ശരിയായ രീതിയിൽ ശേഖരിച്ചാൽ അത് മറ്റൊരു നവജാത ശിശുവിന് വലിയ സഹായമാകാം. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ജ്വാല സ്വന്തം കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ നൽകിയ ശേഷം അധികമായി ലഭിച്ച പാൽ പാഴാക്കാതെ ഹ്യൂമൻ മിൽക്ക് ബാങ്കുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏകദേശം 60 ലിറ്റർ മുലപ്പാൽ ദാനം ചെയ്തത് ഒരു കണക്കായി മാത്രം കാണാനാകില്ല. അത് നിരവധി കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും നൽകിയ ഒരു വലിയ സംഭാവനയാണ്. നവജാത ശിശു പരിചരണ രംഗത്തെ ഏറെ പ്രാധാന്യമുള്ള സംവിധാനമാണ് ഹ്യൂമൻ മിൽക്ക് ബാങ്കുകൾ. ചില അമ്മമാർക്ക് സ്വന്തം കുഞ്ഞിന് ആവശ്യമായതിലധികം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ അധിക മുലപ്പാൽ ആരോഗ്യപരമായ പരിശോധനകൾക്ക് ശേഷം ശേഖരിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ആവശ്യമായ കുഞ്ഞുങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക്. പ്രത്യേകിച്ച് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, കുറഞ്ഞ ഭാരമുള്ള നവജാത ശിശുക്കൾ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾ, അമ്മയിൽ നിന്ന് നേരിട്ട് മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ എന്നിവർക്കാണ് ഇത്തരം ബാങ്കുകൾ വലിയ സഹായമാവുന്നത്. ഒരു കുഞ്ഞിന്റെ ആദ്യ ഭക്ഷണം എന്നതിലുപരി മുലപ്പാൽ പ്രകൃതിയുടെ ഏറ്റവും മികച്ച പ്രതിരോധ കവചങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുലപ്പാലിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും ആവശ്യമായ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ, പോഷക ഘടകങ്ങൾ, രോഗപ്രതിരോധ സഹായ ഘടകങ്ങൾ എന്നിവ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അകാല ജനനം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ലഭിക്കുന്നത് അവരുടെ വളർച്ചയ്ക്കും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും സഹായകരമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ പല ഭാഗങ്ങളിലും ഹ്യൂമൻ മിൽക്ക് ബാങ്കുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. ജ്വാല ഗുട്ട തന്റെ അനുഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കൂടുതൽ അമ്മമാരെ ഇത്തരം ദാന പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. മുലപ്പാൽ ദാനം ചെയ്യുക എന്ന ആശയം പലർക്കും ഇപ്പോഴും പരിചിതമല്ല. എന്നാൽ ശരിയായ അറിവും ആരോഗ്യപരമായ മാർഗനിർദ്ദേശങ്ങളും ലഭിച്ചാൽ ഇത് സമൂഹത്തിന് വലിയ മാറ്റം സൃഷ്ടിക്കാവുന്ന പ്രവൃത്തിയാണ്. ഒരമ്മയ്ക്ക് തോന്നുന്ന ചെറിയൊരു കരുതൽ പോലും മറ്റൊരു കുടുംബത്തിന് വലിയ പ്രതീക്ഷയായി മാറാം. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് മാത്രം മാതൃത്വമല്ല, മറ്റൊരു കുഞ്ഞിന്റെ ജീവിതത്തോടും കരുതൽ കാണിക്കുമ്പോഴാണ് മാതൃത്വത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമാവുന്നത്. ജ്വാല ഗുട്ടയുടെ പ്രവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ഒരമ്മയുടെ ഹൃദയത്തിൽ സ്വന്തം കുഞ്ഞിനുള്ള സ്നേഹത്തിന് അതിരുകളില്ല. ആ സ്നേഹം മറ്റൊരു കുഞ്ഞിലേക്കും എത്തുമ്പോൾ അത് മനുഷ്യ സ്നേഹമായി മാറുന്നു. 60 ലിറ്റർ മുലപ്പാൽ എന്നത് ഒരളവ് മാത്രമല്ല, അതിൽ ഒരമ്മയുടെ കരുതലും ഒരു കുഞ്ഞിന്റെ പ്രതീക്ഷയും ഒരു സമൂഹത്തിന്റെ മനുഷ്യത്വവും ഒളിഞ്ഞിരിക്കുന്നു. കായിക മികവിലൂടെ ഇന്ത്യയെ അഭിമാനിപ്പിച്ച ജ്വാല ഗുട്ട ഇപ്പൊ അമ്മ എന്ന നിലയിൽ കാണിച്ച ഈ കരുണയും ഉത്തരവാദിത്വം കൊണ്ടും ശ്രദ്ധ നേടുകയാണ്. ഒരമ്മയുടെ ചെറിയൊരു തീരുമാനം പോലും നിരവധി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാകാം എന്നതിന് ഈ സംഭവം ഒരു മനോഹരമായ ഉദാഹരണമാണ്. മാതൃത്വം പങ്കുവെക്കുമ്പോൾ അത് കൂടുതൽ മഹത്തരമാകുന്നു.